ഇസ്തിസ്ഖാ നമസ്കാരത്തിനു വേണ്ടി പുറപ്പെടുന്ന ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ഭരണാധികാരിയോ ഇമാമിന്റെ പകരക്കാരനോ പറഞ്ഞാൽ വഴിപ്പെടുന്ന ആളുകളോ ജനങ്ങളോട് തുടർച്ചയായി 3 ദിവസം നോമ്പ് നോറ്റ് 4-ാമത്തെ ദിവസം നോമ്പുകാരായിട്ട് മരുഭൂമിയിലേക്ക് തുറസായ സ്ഥലത്തേക്ക് പുറപ്പെടാൻ കൽപ്പിക്കുക. നോമ്പ് ശരീരത്തെ പരിശീലിപ്പിക്കുകയും ഹൃദയത്തിന് ഭക്തി നൽകുകയും ചെയ്യുന്നതാണ്. നോമ്പുകാരന്റെ ദുആ തട്ടപ്പെടുകയില്ല. സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും അസ്വായിമു ഹത്താ യുഫ്തിറ. പ്രാർത്ഥന തട്ടപ്പെടാത്ത 3 വിഭാഗത്തിൽ ഒരു കൂട്ടർ നോമ്പുകാരാണ്. അതുപോലെ ഇസ്തിസ്ഖാ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് സ്വതക്കകൾ ധാരാളമായി ചെയ്യുക. വേഗം തന്നെ കൂടുതൽ തൗബ ചെയ്യുക. നന്മ നിറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. അള്ളാഹുവിനോടുള്ള കടമകളും സൃഷ്ടികളോടുള്ള കടമകളും പൂർണ്ണാർത്ഥത്തിൽ പൂർത്തീകരിക്കുക. രക്തം ചിന്താതിരിക്കുക, അഭിമാന ശതം വരുത്താതിരിക്കുക, സമ്പത്തുകൾ അപഹരിക്കാതിരിക്കുക, അക്രമ പ്രവർത്തനങ്ങളിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുക. തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇജാബത്ത് കിട്ടാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഇജാബത്തിനെ പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ്. മഴ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പുതിയതല്ലാത്ത സാധാരണ ധരിക്കാറുള്ള പഴയ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇസ്തിസ്ഖാ നമസ്കാരത്തിന് വരലാണ് ഏറ്റവും നല്ലത്. അഹങ്കാരത്തിന്റെയും ആഡംബരത്തിന്റെയും വസ്ത്രങ്ങൾ ഒഴിവാക്കുക. പരമാവധി വിനയാന്വിതരായി താണ് കേണ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുമ്പോഴാണ് നമുക്ക് അതിന്റെ ഫലം വേഗത്തിൽ ലഭിക്കുന്നത്. ഹദീസിൽ കാണാം, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ ഇലൽ ഇസ്തിസ്ഖാഇ മുതബദ്ദിലൻ മുതവാദിഅൻ ഹത്താ അതൽ മുസല്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്തിസ്ഖാ നമസ്കാരത്തിനു വേണ്ടി വിനയാന്വിതനായി ഏറ്റവും താണതരത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നമസ്കാര സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ഇസ്തിസ്ഖാ നമസ്കാരത്തിനു വേണ്ടി വരുന്നവർ സുഗന്ധം പൂശാതെ പല്ലു തേച്ച് ഇസ്തിസ്ഖാഇനു വേണ്ടി പ്രത്യേകം കുളിച്ച് വൃത്തിയായി ദുർഗന്ധങ്ങളിൽ നിന്നെല്ലാം ഒഴിവായി വരലാണ് ഏറ്റവും നല്ലത്. ഒരു വഴിയിലൂടെ പുറപ്പെടുകയും മറ്റൊരു വഴിയിലൂടെ മടങ്ങിപ്പോവുകയും ചെയ്യലാണ് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എങ്കിൽ അഭികാമ്യമായത്. ഇസ്തിസ്ഖാ നമസ്കാര സ്ഥലത്തേക്ക് കുട്ടികളെയും വൃദ്ധകളെയും വൃദ്ധന്മാരെയും കൊണ്ടുവരിക. എത്രത്തോളമെന്നാൽ ഭ്രാന്തന്മാരെ പോലും കൊണ്ടുവരണമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. കാരണം അവരുടെ ദുആഇന് കൂടുതൽ ഉത്തരം ലഭിക്കുന്നതാണ്. ഹദീസിൽ കാണാമല്ലോ, വഹൽ തുർസഖൂന വതുൻസറൂന ഇല്ലാ ബിദുഅഫായികും. നിങ്ങളിലെ ദുർബലർ കാരണമായിട്ടല്ലാതെ നിങ്ങളെ സഹായിക്കപ്പെടുന്നുണ്ടോ, നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടുന്നുണ്ടോ എന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, ലൗലാ ശബാബുൻ ഖുശഉൻ വബഹായിമുൻ റുത്തഉൻ വശുയൂഖുൻ റുക്കഉൻ വഅത്ഫാലുൻ റുല്ലഉൻ ലസുബ്ബ അലൈക്കുമുൽ അദാബു സബ്ബ. ഭയഭക്തിയുള്ള യുവാക്കളില്ലായിരുന്നുവെങ്കിൽ, മേച്ചിൽ സ്ഥലങ്ങളിലൂടെ മേഞ്ഞു നടക്കുന്ന നാൽക്കാലികളില്ലായിരുന്നുവെങ്കിൽ, കൂടുതൽ ഇബാദത്തിൽ കഴിയുന്ന വൃദ്ധന്മാരില്ലായിരുന്നുവെങ്കിൽ, മുല കുടിക്കുന്ന കുട്ടികളില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ മേൽ ശിക്ഷ ഒരു ചൊരിക്കൽ തന്നെ ചൊരിക്കപ്പെടുമായിരുന്നു എന്ന്. അതുപോലെ ഇസ്തിസ്ഖാ നമസ്കാര സ്ഥലത്തേക്ക് മൃഗങ്ങളെ കൊണ്ടുവരുന്നതും വേഗത്തിൽ ഇജാബത്ത് കിട്ടുന്നതിന് കാരണമാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഴ തേടി ദുആ ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ ഒരു ഉറുമ്പ് കാലുകൾ ആകാശത്തേക്ക് ഉയർത്തി മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് മഹാനവറുകൾ കണ്ടു. ഉടനെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു, ഇർജിഉ ഫഖദ് ഉസ്തുജീബ ലക്കും മിൻ അജ്ലി ശഅനിൻ നംല. നിങ്ങൾ മടങ്ങിപ്പോവുക. ഈ ഉറുമ്പിന്റെ പ്രാർത്ഥന കാരണത്തിനാൽ, ഈ ഉറുമ്പ് കാരണത്താൽ നിങ്ങൾക്ക് ഉത്തരം നൽകപ്പെടുന്നതാണ്, നിങ്ങൾക്ക് മഴ ലഭിക്കുന്നതാണ് എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുകയായിരുന്നു.
എന്റെ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഇസ്തിസ്ഖാ നമസ്കാരത്തിന്റെ സമയം എപ്പോഴാണ്? പ്രത്യേകമായ ഒരു സമയം യഥാർത്ഥത്തിൽ ഇസ്തിസ്ഖാ നമസ്കാരത്തിനില്ല. ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നു, വലാ തഖ്തസ്സു സ്വലാത്തുൽ ഇസ്തിസ്ഖാഇ ബിവഖ്തിൽ ഈദി ഫിൽ അസഹി വലാ ബിഗൈരിഹി. പെരുന്നാൾ നമസ്കാരത്തിന്റെ സമയമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയമോ ഇസ്തിസ്ഖാ നമസ്കാരത്തിന് പ്രത്യേകമല്ല പ്രബലാഭിപ്രായ പ്രകാരം. എന്നാൽ കറാഹത്തായ സമയത്ത് പോലും ഇസ്തിസ്ഖാ നമസ്കരിക്കൽ അനുവദനീയമാണ്. ഏറ്റവും ഉത്കൃഷ്ടമായത് പെരുന്നാൾ നമസ്കാരത്തിന്റെ സമയത്ത് തന്നെ ഇസ്തിസ്ഖാ നമസ്കരിക്കലാണ്. ഇസ്തിസ്ഖാ നമസ്കാരത്തിന്റെ രൂപം എങ്ങനെയാണ്? സാധാരണ പെരുന്നാൾ നമസ്കരിക്കുന്നത് പോലെ അസ്വലാത്തു ജാമിഅ എന്ന് വിളിക്കപ്പെടുകയും ഇസ്തിസ്ഖാഇന്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഖിബിലയ്ക്ക് നേരിട്ട് ഇമാമോടുകൂടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുകയും വേണം. ഒന്നാമത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിനും ദുആഉൽ ഇഫ്തിതാഹിനും ശേഷം അഊദു ഓതുന്നതിനു മുമ്പ് 7 തക്ബീർ ചൊല്ലുക. ഓരോ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് ചൊല്ലുക. ശേഷം ഫാത്തിഹ ഓതുകയും സൂറത്തുൽ ഖാഫോ സബ്ബിഹിസ്മയോ ഓതുകയും തുടർന്ന് സാധാരണ നമസ്കാരത്തിന്റെ രൂപം പോലെ തന്നെ നമസ്കരിക്കുകയും ചെയ്യുക. രണ്ടാമത്തെ റക്അത്തിന്റെ തക്ബീറിന് ശേഷം 5 തക്ബീറുകൾ പ്രത്യേകമായി ചൊല്ലുക. ഫാത്തിഹ ഓതിയതിനു ശേഷം ഇഖ്തറബത് സൂറത്തോ ഗാശിയയോ പൂർണ്ണമായും ഉറക്കെ ഓതുക. മറ്റൊരു അഭിപ്രായ പ്രകാരം രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൻ നൂഹ് ഓതുക എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. നമസ്കാരത്തിന് ശേഷം 2 ഖുത്ബ നിർവഹിക്കുക. ഖുത്ബകളുടെ ആരംഭത്തിൽ തക്ബീറിന് പകരമായി ഒന്നാമത്തെ ഖുത്ബയിൽ 9ഉം രണ്ടാമത്തെ ഖുത്ബയിൽ 7ഉം പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി തുടങ്ങി ഇസ്തിഗ്ഫാറുകൾ ചൊല്ലുക. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ എന്ന സൂറത്ത് നൂഹിലെ 3 ആയത്തുകൾ ധാരാളമായി ഓതൽ സുന്നത്താണ് എന്നും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഇസ്തിഗ്ഫാർ ചെയ്താൽ മഴ വർഷിപ്പിക്കുമെന്ന അള്ളാഹുവിന്റെ വാഗ്ദാനം ഈ ആയത്തിലാണ് പറയപ്പെട്ടിട്ടുള്ളത്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ട് ഖുത്ബയെ അവസാനിപ്പിക്കുക. അതുപോലെ ദുആഉൽ കർബ് ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഈ ഇസ്തിസ്ഖാഇന്റെ ഖുത്ബയിലും മറ്റ് ബുദ്ധിമുട്ട് വിഷമ ഘട്ടങ്ങളിലുമൊക്കെ നമുക്ക് ഈ ദുആഉൽ കർബ് ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ പ്രത്യേകമായ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ചെയ്യുക. ഒന്നാമത്തെ ഖുത്ബയിൽ ഹദീസിൽ വന്നിട്ടുള്ള പ്രത്യേകമായ പ്രാർത്ഥനകൾ ചൊല്ലൽ ഏറ്റവും നല്ലതാണ്. അല്ലാഹുമ്മസ്ഖിനാ ഗൈസൻ മുഗീസൻ മരീഅൻ മരീഅൻ തബഖൻ ഗദഖൻ ആജിലൻ ഗൈറ റായിസിൻ നാഫിഅൻ ഗൈറ ളാർ. ഇബ്നു മാജയും അഹ്മദും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുമ്മസ്ഖിനൽ ഗൈസ വലാ തജഅൽനാ മിനൽ ഖാനിതീൻ തുടങ്ങി പ്രവാചകർ പഠിപ്പിച്ചിട്ടുള്ള മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നാം ചെയ്യുക. രണ്ടാമത്തെ ഖുത്ബയുടെ 1/3 ഭാഗം കഴിഞ്ഞതിന് ശേഷം ദുആയിൽ നിന്ന് വിരമിക്കുന്നതുവരെയും ഇമാമ് ഖിബിലയ്ക്ക് അഭിമുഖമായി നിൽക്കുകയും ആ നൃത്തത്തിൽ ഖിബിലയെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇമാമ് ഖുത്ബയുടെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞതിന് ശേഷം തന്റെ തട്ടത്തെ മറിച്ചിടുക. തന്റെ തട്ടം അതിന്റെ വലതുഭാഗത്തെ ഇടത്തോട്ടും ഇടതുഭാഗത്തെ വലത്തോട്ടും തെറ്റിക്കുക. ഇത് നിലവിലത്തെ അവസ്ഥ സാഹചര്യം മാറ്റിത്തരണം എന്നതിലേക്കുള്ള ഒരു സൂചനയാണ്. ഇമാമിനെ പിന്തുടർന്നുകൊണ്ട് പുരുഷന്മാരും ഇരുന്നു കൊണ്ട് തന്നെ ഇതുപോലെ വസ്ത്രം മറിച്ചിടുക, മേൽത്തട്ടം മറിച്ചിടുക എന്നതും സുന്നത്താണ്.
അതിനുശേഷം ഇമാമ് ജനങ്ങളുടെ ഭാഗത്തേക്ക് തന്നെ അഭിമുഖമായി നിൽക്കുകയും അള്ളാഹുവിന് വഴിപ്പെടാനും പ്രവാചകരുടെ മേൽ സ്വലാത്ത് ചെല്ലാനും മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വേണ്ടി ദുആ ചെയ്യാനും ഒക്കെ അവരെ പ്രേരിപ്പിക്കുക. അതുപോലെ ആയത്ത്, വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊണ്ട് ഖുത്ബ അവസാനിപ്പിക്കുക. ഖുത്ബയുടെ ഇടയിലും അല്ലാതെയും ഇമാമ് ഉറക്കെ ദുആ ചെയ്യുമ്പോൾ മഅ്മൂമീങ്ങൾ ഉറക്കെ ആമീൻ പറയുകയും പതുക്കെ ദുആ ചെയ്യുമ്പോൾ മഅ്മൂമീങ്ങൾ പതുക്കെ തന്നെ ദുആ ചെയ്യുകയും ചെയ്യുക. ബലാഅകൾ തട്ടിമാറ്റണമെന്ന ഭാഗമെത്തുമ്പോൾ തങ്ങളുടെ കൈയുടെ പുറം ഭാഗത്തെ ആകാശത്തിലേക്കാക്കി വെക്കുക. ബലാഅകൾ, മുസീബത്തുകൾ തട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അങ്ങനെയാണ് നമ്മുടെ